ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നറൂട്ടോ സീരീസിൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ കോമണും ആരും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പ് 10 ആയിട്ടുള്ള കുറച്ച് അടിപൊളി ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ്. അതിലൊന്നാമത്തേതാണ് നമ്മുടെ സാസുക സാക്കുറ കോമ്പിനേഷൻ. സാക്കുറയ്ക്കാണെങ്കിൽ സാസുകയെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ പോലും സാക്കുറയ്ക്ക് സാസുകയെ തല്ലാനോ അവനെ അപകടത്തിൽപ്പെടുത്താനോ അവനെ ഹേർട്ട് ചെയ്യാനോ സാധിച്ചിട്ടില്ല. അവൾ ഇതുവരെ സാസുകയെ ഒരു വിരൽ കൊണ്ട് പോലും തല്ലി നോവിപ്പിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് സാസുകയാണെങ്കിൽ നമ്മുടെ സാക്കുറയെ പ്രത്യേക ഘട്ടങ്ങളിൽ കുറച്ച് തവണ അച്ചറും പൊച്ചറും തല്ലിയിട്ടുണ്ട്. സാസുകയുടെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും സാക്കുറയ്ക്ക് സാസുകയോടുള്ള സ്നേഹം അതിലൊൽപ്പം പോലും കുറഞ്ഞിട്ടില്ല. അതിൽ സാസുകയോട് കലിപ്പാവാനോ അവനെ തിരികെ തല്ലാനോ അവള് ശ്രമിച്ചിട്ടുമില്ല. സോ അതാണ് സാക്കുറയ്ക്ക് സാസുകയോടുള്ള സ്നേഹം. നയൻത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അത് മറ്റൊന്നുമല്ല, നാറൂട്ടോ സീരീസിൽ തന്നെ പരസ്പരം സംസാരിക്കാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. 720 എപ്പിസോഡിലും ലീഫ് വില്ലേജിലുള്ള ചിലര് പരസ്പരം സംസാരിച്ചിട്ടില്ല. അങ്ങനെ പ്രധാനപ്പെട്ട 2 പേരാണ് സാസുകയും നറൂട്ടോയുടെ വൈഫായിട്ടുള്ള ഹിനട്ടയും. അവർ രണ്ടുപേരും 720 എപ്പിസോഡുകളിൽ ഒരു എപ്പിസോഡുകളിൽ പോലും പരസ്പരം സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ജിറായി സെൻസായും നമ്മുടെ സാസുകയും അവർ രണ്ടുപേരും ഇതുവരെ ലീഫ് വില്ലേജിൽ ഉണ്ടായിരുന്നിട്ടും പരസ്പരം സംസാരിച്ചിട്ടില്ല. അവർക്കാണെങ്കിൽ പരസ്പരം സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരാണെങ്കിൽ പരസ്പരം സംസാരിച്ചിട്ടില്ല. ഇതുപോലെ പരസ്പരം സംസാരിക്കാത്ത നാറൂട്ടോ സീരീസിലെ മറ്റ് കഥാപാത്രങ്ങളെ കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്തതായിട്ട് 8ാമത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അത് മറ്റൊന്നുമല്ല, കോനോന്റെയും ഒബീട്ടോയുടെ ഫൈറ്റാണ്. ആക്ച്വലി ആ ഒരു ഫൈറ്റിൽ ജയിച്ചത് ഒബീട്ടോ ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഫൈറ്റിൽ ജയിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ കോനോനാണ്. ആക്ച്വലി നാഗട്ടോയ്ക്ക് പോലും ഒബീട്ടോയുടെ വീക്ക്നെസ് അതെന്താണെന്ന് കണ്ടുപിടിക്കാനായില്ല. അത് കണ്ടുപിടിച്ചത് കോനോനാണ്. മാത്രമല്ല കോനോൻ ഒബീട്ടോയെ കൊന്നുകളഞ്ഞു. അവൻ ഈസനാക്കിയിലൂടെയാണ് രണ്ടാമത് തിരിച്ചു വന്നത് പോലും. അടുത്തതായിട്ട് ഫാക്ട് നമ്പർ 7, അതായത് നാറൂട്ടോ സീരീസിൽ വെച്ച് തന്നെ ഏതൊരു ഡിഫീറ്റിൽ പോലും തകരാത്ത ആളുകൾ അത് മറ്റാരുമല്ല, സാക്ഷാൽ മിനാട്ടോ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സ്റ്റോൺ വില്ലേജിലുണ്ടായിരുന്ന 1000 ഷിനോബികളെ മിനാട്ടോ ആളൊറ്റയ്ക്ക് നിന്നാണ് മാസായിട്ട് ഫൈറ്റ് ചെയ്ത് ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിച്ചു കളഞ്ഞത്. അതുപോലെ തന്നെ ഒബീട്ടോ ആൻഡ് മിനാട്ടോ ഫൈറ്റില് അതില് ഒബീട്ടോയുടെ പവർ എന്താണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സാക്ഷാൽ മിനാട്ടോ ആണ്. 10 സെക്കൻഡ് കൊണ്ട് അവന്റെ വീക്ക്നെസ് കണ്ടെത്തി ഷൊരിങ്കൻ ഉപയോഗിച്ച് റസൻഗൺ പവറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവന്റെ തലയിൽ പാഞ്ഞടിച്ച് അവനെ നശിപ്പിച്ചു കളയും. 8 ടൈൽ വേഴ്സസ് മിനാട്ടോ, 9 ടൈൽ വേഴ്സസ് മിനാട്ടോ, 10 ടൈൽ വേഴ്സസ് മിനാട്ടോ എന്നിങ്ങനെ ഒരുപാട് ഫൈറ്റുകൾ മുൻപോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ നമ്മുടെ യെല്ലോ ഫ്ലാഷ് മിനാട്ടോ ആളുടെ മാസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 6ാമത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അത് മറ്റൊന്നുമല്ല, നാറൂട്ടോ സീരീസിൽ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. സാസുക, കാക്കാഷി എന്നിങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ഓപ്പണൻസിനെ കൊന്നു തള്ളി. പക്ഷേ നറൂട്ടോ സീരീസിൽ ആരെയും കൊല്ലാത്ത ഒരേ ഒരാള് അത് മറ്റാരുമല്ല, നറൂട്ടോ സീരീസിന്റെ തന്നെ ഹീറോ ആയിട്ടുള്ള സാക്ഷാൽ നറൂട്ടോ. അവൻ നറൂട്ടോ ആണെങ്കിൽ അറിയാതെ സാസുകയാണെന്ന് കരുതി യൂറോ എന്ന് പറയുന്ന ഒരു ഷിനോബിയെ മാത്രമാണ് കൊന്നിട്ടുള്ളത്. അത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യം മാത്രമാണ്. അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അത് മറ്റൊന്നുമല്ല, 80,000 ഷിനോബീസ് അവരെല്ലാവരും തന്നെ മഹാറായ്ക്കെതിരല്ല ഫൈറ്റ് ചെയ്തത്, മറിച്ച് എല്ലാവരെയും കൺട്രോൾ ചെയ്തിരുന്ന സാക്ഷാൽ ഒബീട്ടോയ്ക്കെതിരാണ്. സാക്ഷാൽ ഒബീട്ടോയ്ക്കെതിരായിട്ടാണ് അവരെല്ലാവരും തന്നെ ഫൈറ്റ് ചെയ്തത്. ആ 9 ടൈൽസുകളെയും അൾട്ടിമേറ്റ് 10 ടൈലിനെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്തത് ഒബീട്ടോ ആ ടീമാണ്. ആക്ച്വലി മാധുരയുടെ പേരിൽ സാക്ഷാൽ ഒബീട്ടോ ആണ് ആ ഒരു 4th ഗ്രേഡ് നിഞ്ച വാറിന് കാരണക്കാരനായത്. അത് മാത്രമല്ല, ഒരുപാട് പേരെ വീണ്ടും കൊണ്ടുവന്നാണ് അവൻ ആ യുദ്ധം നടത്തിയത്. റെനീങ്കൻ പവർ പോലും അവൻ അതിൽ ഉപയോഗിച്ചു. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും പവർ അത് ഒബീട്ടോ ആണെങ്കിൽ ഡ്രെയിൻ ചെയ്ത് വിട്ടു. പിന്നീട് മാധുരയെ തന്നെ അവന്റെ പവർ ഉപയോഗിച്ച് അവൻ തിരികെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ 4th നിഞ്ച ഗ്രേറ്റ് വാറിൽ മാധുരയെ കഴിഞ്ഞും കൂടുതൽ ഫൈറ്റ് ചെയ്തത് ഒബീട്ടോ ആണ്. ഒബീട്ടോയായിട്ട് ആദ്യം ഫൈറ്റ് ചെയ്യുന്നത് ലെജൻഡറി നിഞ്ചാസും അതിനുശേഷം നറൂട്ടോയുമാണ്. ആ കാഴ്ചകളെല്ലാം തന്നെ മാധുര അവൻ നോക്കി നിന്ന് കണ്ടാസ്വദിച്ചു. ഒബീട്ടോയുടെ എൻഡ് ഘട്ടം അതെത്തുന്നത് വരെ അവൻ ഫൈറ്റിനായും അവനൊരു ചാൻസിനായും അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അടുത്തതായിട്ട് ഫാക്ട് നമ്പർ 4, നാറൂട്ടോ സീരീസിൽ എല്ലാവരും തന്നെ ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ട് പല ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും ചിരിക്കാത്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാമത്തെ ആളാണ് സാക്ഷാൽ ടൊബുറാമയുടെ ഫേസിൽ എപ്പോഴും തന്നെ കാണുന്നത് ഒരു വില്ലൻ ചിരിയാണ്. ആൾ ഒരിക്കലും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്ലസന്റ് സ്മൈല് അത് കൊടുക്കാറില്ല.
ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ആൾക്ക് ഒരു ടെറർ ചിരിയുണ്ടാവും. അതുമാത്രമാണ് എല്ലാ എപ്പിസോഡുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അടുത്തതായി ചിരിക്കാത്ത മറ്റൊരാളാണ് സാക്ഷാൽ ഷിനോ. ഷിനോ ആണെങ്കിൽ എപ്പോഴും പകുതി ഫേസ് കവർ ചെയ്തിട്ടായിരിക്കും നടക്കുക. മാത്രമല്ല സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരാളാണ് സാക്ഷാൽ ഷിനോ. ഒരു ഫില്ലർ എപ്പിസോഡിൽ മാത്രം എന്തോ ഒരു ചെറിയ കാര്യത്തിൽ പൊട്ടിച്ചിരിക്കുന്ന ഷിനോയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ഫില്ലർ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ചിരി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അടുത്തതായിട്ട് ഫാക്ട് നമ്പർ 3. നറൂട്ടോ സീരീസിൽ 5 എലമെന്റ്സ് ഓഫ് ചക്ര നേച്ചറാണ് ഉള്ളത്. അതിൽ 2 or 3 എലമെന്റ്സ് ചക്ര അത് തന്നെ യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നറൂട്ടോ സീരീസിൽ മുഴുവനായിട്ടും വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് ആ 5 എലമെന്റ്സ് ചക്ര പവർ അത് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മാതുറ അവ മാത്രം 10 എലമെന്റ്സ് ഓഫ് ചക്ര പവറിനെ ഒറ്റയടിക്ക് സമൻ ചെയ്യും. അടുത്തതായിട്ട് ഫാക്ട് നമ്പർ 2. നമ്മുടെ നറൂട്ടോ സീരീസിൽ ഒരുപാട് പേര് പൊട്ടിക്കരയുന്നതും ആയിട്ട് നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ സിറ്റുവേഷനിലും പിടിച്ചു നിൽക്കുന്ന ഒരിറ്റു കണ്ണീര് പോലും പൊഴിക്കാത്ത ഒരേ ഒരാള് ഇത് മറ്റാരുമല്ല, സാക്ഷാൽ ജിറായ് സെൻസായ്. അദ്ദേഹം മാത്രമാണ് ഒരു സിറ്റുവേഷനിലും ആത്മസംയമനവും കോൺഫിഡൻസും കൈവിടാതെ പോവാതെ കരയാതെ പിടിച്ചു നിന്ന ഒരേ ഒരാള്. ജിറായ് സെൻസായ് അല്ലാതെ മറ്റാരെങ്കിലും കരയാതെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്യണേ. ആക്ച്വലി ജിറായ് സെൻസായ് ലൈഫിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഫേസ് ചെയ്ത ഒരാളാണ്. ആൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും ആളുടെ കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് മിനട്ടോ. എന്നിട്ട് പോലും ആള് കരയാതെ ആ സിറ്റുവേഷൻ എല്ലാം തരണം ചെയ്തു വന്നു. അതുമാത്രമല്ല സെൻസായുടെ മാസ്റ്ററായിട്ടുള്ള ഹിറോസിന ആള് മരിച്ചപ്പോഴും പതറാതെ അങ്ങനെ പിടിച്ചു നിന്നു. അവസാനമായി കുഞ്ഞുങ്ങളെപ്പോലെ വളർത്തിയവര് അവര് വലുതായി ജിറായ് സെൻസായെ തന്നെ കൊന്നുകളഞ്ഞു. മരിക്കുമ്പോൾ പോലും അദ്ദേഹം സന്തോഷത്തോടു കൂടെ മാത്രമാണ് മരിച്ചത്. അടുത്ത ഫാക്ടർ അത് മറ്റൊന്നുമല്ല, ഇപ്പൊ നമ്മൾ കാണുന്ന നറൂട്ടോ സീരീസ് കിഷിമോട്ടോ എഴുതിയ സ്റ്റോറി അത് മറ്റൊന്നാണ്. ആ സ്റ്റോറിയിൽ കൊറോമോ എന്ന് പേരുള്ള ഒരു ഡീമൺ ഫോക്സ് അതാണെങ്കിൽ മൗണ്ട് ഒനാരി എന്ന് പേരുള്ള ഒരു നിഞ്ച വില്ലേജിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിന് തടയാനായി 9 ഷിനോബികൾ ഒന്നായിട്ട് നിന്ന് അതിനെതിരെ ഫൈറ്റ് ചെയ്യും. മനുഷ്യരൂപമുള്ള കുറമയുടെ മകനെ ആ 9 ഷിനോബികളിൽ ബാക്കി വന്ന ഹെറുസൻ ആളാണ് എടുത്തു വളർത്തുക. ബാക്കിയുള്ള 8 പേരും ആ ഒരു 9 ടൈലുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടും. അതിനുശേഷം നറൂട്ടോ ആണെങ്കിൽ ആ ഗ്രാമത്തിലുള്ളവർക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ കഥ. കിഷിമോട്ടോ ആ ഒരു സ്റ്റോറി അത് ഡ്രോപ്പ് ചെയ്താലും 1997 ആ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നറൂട്ടോ സ്റ്റോറി അതിപ്പോ കാണുന്ന വിധത്തിൽ അടിപൊളിയായി ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് നറൂട്ടോയ്ക്ക് ഇത്രയും ഫാൻ ലെവൽ ഉണ്ടായത്. സോ ഇതുപോലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നറൂട്ടോ സീരീസിലുണ്ട്. അതുപോലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.